വെൽക്കം ടു ഫുഡ് ട്രാവലറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ്. അതിനുവേണ്ട ചേരുവകൾ: മുട്ട 10 എണ്ണം, സവാള 1 എണ്ണം, തക്കാളി 1 എണ്ണം, പച്ചമുളക് 3 പീസ്, ഇഞ്ചി 1 സിംഗിൾ പീസ്, വെളുത്തുള്ളി 7 അല്ലി, മല്ലിയില കറിവേപ്പില കുറച്ച് ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, മസാലപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കടലമാവ് 150 ഗ്രാം, മൈദ 50 ഗ്രാം. ഇനി നമുക്ക് മുട്ട ബജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം മുട്ട നന്നായി പുഴുങ്ങിയെടുക്കുക. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇവയെല്ലാം എണ്ണയിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ശേഷം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് വാട്ടിയെടുക്കുക. ശേഷം മല്ലിയില, പുതിനയില നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി പുഴുങ്ങി തൊണ്ട് കളഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയെടുത്ത് പകുതിയാക്കണം. അതിനായി ഒന്നുകിൽ ഉപയോഗിക്കാത്ത വെള്ളത്തുകർത്തിന്റെ നൂൽ അല്ലെങ്കിൽ ടങ്കീസ് ഇതുപോലെ നന്നായി കെട്ടിവെച്ചിട്ട് ടൈറ്റായി പിടിക്കുക. എന്നിട്ട് മുട്ടയുടെ നടുഭാഗം വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മുട്ട മലർത്തി വെച്ചതിന് ശേഷം അതിലേക്ക് മസാല ഫിൽ ചെയ്യുക. മസാല വെക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞയുടെ ഉള്ളിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അല്പം കൂടി ടേസ്റ്റ് കിട്ടാൻ വേണമെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ അല്പം കുരുമുളക് പൊടി തൂകാം. ഇനി കടലമാവും മൈദയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും 1 നുള്ളു കാശ്മീരി ചില്ലിയും ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുക. കാശ്മീരി ചില്ലി ചേർക്കുന്നത് അല്പം കളറിന് വേണ്ടിയാണ്. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുട്ടയെടുത്ത് മാവിൽ മുക്കി ചൂടായ എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ബജി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ആദ്യമായാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.